കോടീശ്വരൻ വേണോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ വേണോ? ഒരു പെൺകുട്ടി എന്ത് ചെയ്യും? ഫെബ്രുവരിയിലായിരുന്നു ഖേദന്റെയും സിയയുടെയും എൻഗേജ്മെന്റ്. രണ്ടുപേരുടെയും ഫാമിലി പൂനെയിലെ വലിയ ബിസിനസ്സുകാരാണ്. ഒരുപാട് ക്യാഷും കയ്യിലുണ്ട്. 17 കോടിയുടെ വിവാഹം, പ്രീ വെഡിങ് ഷൂട്ട്, സേവ് ദ ഡേറ്റ് അങ്ങ് ബാലിയിൽ. നവംബർ മാസം ജയ്പൂരിലെ ഒരു വലിയ കൊട്ടാരത്തിൽ വെച്ചാണ് കല്യാണം നടക്കേണ്ടിയിരുന്നത്. മരിക്കുന്നതിന്റെ മുമ്പ് കൊടുത്ത ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ കിടിലൻ. പെട്ടെന്നാണ് ഒരു ന്യൂസ് വന്നത്. സിയയും ഖേദനും കൂടെ ട്രക്കിങ്ങിന് വേണ്ടി ലോഗഹട്ട് ഫോർട്ടിലേക്ക് പോകുന്നു പൂനെയത്തെ. അവിടുന്ന് 400 അടി ഉയരത്തിൽ നിന്നും കാല് വഴുതി വീണ് ഖേദൻ മരിച്ചു പോകുന്നു. തുടക്കത്തിൽ എല്ലാവരും ഇതൊരു അപകടമാണെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞ് സിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു, ലവ് തിരിച്ചു വരൂ. അതിനൊരു ബിജിഎമ്മും കുത്തിക്കേറ്റി. ഫാമിലിക്ക് ഡൗട്ട് തോന്നിയപ്പോ പോലീസ് CCTVയും കോൾ റെക്കോർഡ്സും നോക്കി. സിയയ്ക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും രണ്ടാളും കൂടി പ്ലാൻ ചെയ്താണ് ലോഗഹട്ട് ഫോർട്ടിൽ നിന്ന് താഴേക്ക് ഉന്തിയിട്ട് കൊന്നതെന്നും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഉണ്ടാവുമ്പോ എന്തിന് വേറൊരു കല്യാണത്തിന് സമ്മതിക്കണം? ഇവിടെ സിയ ചെയ്ത പോലെ. എന്നിട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കിട്ടിയോ? ഇല്ല, അറസ്റ്റും ചെയ്തു. ഇവിടെ ആ ഫാമിലിക്ക് പോയി, ആ പാവപ്പെട്ടവന്റെ അച്ഛനും അമ്മയ്ക്കും പോയി. വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അത് തുറന്നു പറയുക, അല്ലാതെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. ഇതിൽ നിന്നും പാരന്റ്സിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. അതായത് കുട്ടികളെ മാരേജിന് ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതും പ്രത്യേകിച്ച് അറേഞ്ച് മാരേജ് ആകുമ്പോൾ ഏതെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടോ, ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരുപാട് ദാരുണമായ സംഭവങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടി വരും. ഇതുപോലത്തെ ന്യൂസ് അറിയാൻ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.